ഭഗവത്ഗീതയുടെ 12-ാം അധ്യായത്തിൽ 13 മുതൽ 20 വരെയുള്ള 8 ശ്ലോകങ്ങളിലായാണുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവജ എന്ന് തുടങ്ങുന്ന ഭാഗമാണ്. ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ഈ ശ്ലോകം ഭഗവത്ഗീതയിൽ നിന്നുള്ളതാണ്. ആരാണ് യഥാർത്ഥ ഭക്തൻ എന്ന അർജുനന്റെ ചോദ്യത്തിന് ശ്രീകൃഷ്ണന്റെ ഉത്തരമാണ് ഈ ശ്ലോകം. ഗീതയിലെ ഭക്തിയോഗത്തിലെ 12-ാം അധ്യായത്തിൽ നിന്നുള്ള ഈ ശ്ലോകം അർജുനൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരം കൂടിയാണ്. ഈശ്വരനെ രൂപത്തോടെ ആരാധിക്കണോ അതോ രൂപമില്ലാത്ത ദൈവത്തെ ധ്യാനിക്കണോ എന്ന ചോദ്യത്തിന് രൂപമില്ലാത്ത ദൈവത്തെ ആരാധിക്കൽ ബുദ്ധിമുട്ടാണെന്നും മനുഷ്യർക്ക് ശരീരവും മനസ്സും ഉള്ളതിനാൽ അവ്യക്തമായ ഒന്നിനെ ധ്യാനിക്കാൻ പ്രയാസമാണെന്നും പറഞ്ഞുകൊണ്ടാണ് ലോകത്തിലെ യഥാർത്ഥ ഭക്തൻ ആരാണ് എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നത്. ഒരു ജീവജാലങ്ങളോടും വെറുപ്പില്ലാത്തവൻ, കരുണയുള്ളവൻ, മറ്റുള്ളവർക്കിടയിൽ വെറുപ്പുണ്ടാക്കാത്തവൻ, സ്വാർത്ഥ ചിന്ത ഇല്ലാത്തവൻ, അഹങ്കാരമില്ലാത്തവൻ, ഉള്ളതിൽ തൃപ്തിയുള്ളവൻ, അത്യാർത്തിയില്ലാത്തവൻ, സുഖവും ദുഃഖവും തുല്യമായി സ്വീകരിക്കുന്ന, സകല ചരാചരത്തോടും ക്ഷമയുള്ളവൻ, ദൃഢനിശ്ചയമുള്ളവൻ, മനസ്സും ബുദ്ധിയും ഈശ്വരനിൽ അർപ്പിച്ചിരിക്കുന്നവനാണ് യഥാർത്ഥ ഭക്തനെന്ന് ശ്രീകൃഷ്ണൻ പറയുന്നതാണ് ഈ ശ്ലോകം. 20 ശ്ലോകം മാത്രമുള്ള ഭക്തിയോഗത്തിൽ ഈ ശ്ലോകം പറയുന്നത് ഭക്തി മതത്തിനും ആരാധനയ്ക്കുമപ്പുറം ജീവിത രീതി എന്ന് കൂടിയാണ്. ഒരു വ്യക്തിയെ ആത്മീയമായി ഉയർത്തുന്ന ഗുണങ്ങൾ സ്വീകരിക്കുന്നതാണ് യഥാർത്ഥ ഭക്തി എന്ന ശ്ലോകം എടുത്തു പറയുന്നതിലൂടെ ഇടത് സർക്കാർ വിശ്വാസികൾക്കൊപ്പവുമാണ്, എന്നാൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ നിന്ന് വ്യതിചലിക്കുന്നുമില്ല എന്നാകണം മുഖ്യമന്ത്രി പരോക്ഷമായി ഉത്തരം പറയുന്നത്. അയ്യപ്പ സംഗമത്തിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് ശബരിമല വികസനത്തിനായി സർക്കാർ ചെലവിട്ട പണമടക്കമുള്ള കണക്കുകൾ പറയുന്നതിനൊപ്പം രാമനും ലക്ഷ്മണനും വേണ്ടി കാത്തിരുന്ന ശബരിയുടെ ഐതിഹ്യം തൊട്ട് പരാമർശിച്ചുകൊണ്ടാണ് ഭഗവത്ഗീത വരെ ഉൾപ്പെടുത്തി മുഖ്യമന്ത്രി പ്രസംഗിച്ചത്. ശബരിമലയിൽ ആചാരലംഘനത്തിന് കുട പിടിച്ചിട്ട് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വിശ്വാസികളുടെ വോട്ട് തട്ടിയെടുക്കാൻ CPM ശ്രമിക്കുന്നു എന്ന ആരോപണം ഒരു വശത്തുണ്ട്. യുവതീ പ്രവേശനത്തിലെ സത്യവാങ്മൂലം തിരുത്തുമോ എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യം മറുവശത്തുണ്ട്. ഇതിനെല്ലാം ഒപ്പം തന്നെ നവോത്ഥാന പാതയിൽ നിന്ന് സർക്കാർ വ്യതിചലിക്കുകയാണോ എന്ന ഇടത് ആക്ടിവിസ്റ്റുകളുടേതടക്കം ചോദ്യങ്ങൾ മറ്റൊരു ഭാഗത്തുമുണ്ട്. ഇതിനെല്ലാം ഇടയിലാണ് മതമോ ആരാധനയോ അല്ല, ജീവിത രീതിയും ഗുണങ്ങളുമാണ് യഥാർത്ഥ ഭക്തനെ നിർവചിക്കുന്നതെന്ന ഭഗവത്ഗീത ശ്ലോകം മുഖ്യമന്ത്രി എടുത്തു പറയുന്നത്. സംഗമത്തെ വിമർശിക്കുന്നവർ യഥാർത്ഥ വിശ്വാസികളല്ല, ഭക്തി പരിവേഷമായി അണിയുന്നവർക്ക് പ്രത്യേക അജണ്ട എന്നുകൂടി പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഇത് പറയുമ്പോൾ അത് രാഷ്ട്രീയ വിമർശനങ്ങൾക്കുള്ള പരോക്ഷ മറുപടി കൂടിയായി മാറുന്നു. അതിലിനി രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാകുമോ എന്നുകൂടിയാണ് അറിയേണ്ടത്.